ഈ ഊളന്മാരെ ഇവിടെ നിയന്ത്രിക്കുന്നത് എൻ്റെ ജോലിയാണ്. അത് കഴിഞ്ഞോട്ടെ എൻ്റെ പൊന്നു സഹോദര, ഞാൻ പറയട്ടോ. ബീഫ് കഴിക്കരുതെന്നും ബിജെപിക്കാർ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ ഒന്നാം തരം കോഴിയും ഇറച്ചി ഇന്ന് കഴിച്ചാൽ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ആ കോഴിയാണ് തിന്നെ, ബീഫും പറ്റില്ലേ. ഞാൻ ഇറച്ചി തിന്നും, മീൻ തിന്നും, എനിക്കിഷ്ടമുള്ളതൊക്കെ തിന്നും. ഇതെല്ലാം ഒന്ന് ഒഴിവാക്കിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും നല്ലതാണ്. ഒരു വെയിറ്റേറിനായാൽ ബീഫ് തിന്നോ? നീ എന്നും പറയണേ. പ്രശ്നം അതല്ല. അത് ഇന്ന് 39ാമത്തെ അവധിയാണ് വരുന്നുണ്ട് ഹൈക്കോടതിയിൽ. ഇന്ന് അത് സുപ്രീം കോടതിയിൽ. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ അറിയത്തില്ല. ഞാൻ പഠിക്കാത്ത കാര്യം പറയാൻ ഞാനില്ല. ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ വക്കീലന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് മാറ്റി വെച്ച് പോകില്ല. എന്നെ ചെയ്യുന്നത് നീ വക്കീലന്മാരല്ലേ മാറ്റുന്നത്? ഒന്നുമില്ലല്ലോ. ഏതാ ഞാൻ അത് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ. ഒരു ബഡ്ജറ്റ് നമ്മുടെ വന്നു. ബഡ്ജറ്റിനകത്ത് ആദ്യം മദ്യത്തിന് വില വർദ്ധിപ്പിച്ച് വീണ്ടും കണ്ടായിരുന്നു. അതായത് മദ്യം വിറ്റും ലോട്ടറി കച്ചവടം നടത്തിയും ജീവിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് പിണറായി ഗവൺമെൻറ്. ആദ്യം മനസ്സിലാക്കുക. അവരിനി അത് കച്ചവടം ചെയ്തുകൊണ്ടേയിരിക്കും. ലോട്ടറി കച്ചവടം അതെല്ലാം നടത്തുന്നത്. ലോട്ടറി അടിച്ചാലും ആരും ഇന്നലെ ഈയിടെ ഒരു ലോട്ടറി കിട്ടി അന്നേരം ആത്മഹത്യ ചെയ്തെന്നാണ് കേട്ടെ. ഇവൻ്റെ ലോട്ടറിയും വേണ്ട, ഒന്നും വേണ്ട. ഒന്ന് ആലോചിച്ച് എന്തൊരു ഗതിയാണ്. അതാ കേന്ദ്ര ഗവൺമെൻറ് ആ ലൈനിലാണോ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ആലോചിക്കും. സംശയം എന്താ? പെട്രോളിന് വില കുറയ്ക്കാതെ നമ്മുടെ സർക്കാർ കുറയ്ക്കണ്ടേ? ഈ 2 രൂപ സെസ് ഈ പിണറായി ഇട്ടതല്ലേ? എന്തിനാ പെട്രോളിന് 2 രൂപ സെസ് ഇട്ടത്? ഡീസലിനും എവിടെ പെൻഷൻ കൊടുക്കാത്ത എന്താ? അതാ എൻ്റെ ചോദ്യം. 2500 രൂപ ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എത്ര കൊടുത്തു? ഇപ്പോൾ 1600. അതും കൊടുക്കുന്നില്ല. വർത്തമാനം പറയുക. പെൻഷൻ കൊടുക്കുന്നു. കൊടുക്ക്. 2500 ആക്കുന്നു പറഞ്ഞാൽ 1600 2000 ആക്കാൻ പാടില്ലായിരുന്നു. ഏതെങ്കിലും ഒരു കാര്യം തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം കാണിച്ചാൽ വോട്ട് പിടിച്ചാൽ അത് ഇങ്ങോട്ട് കയറി വന്നേ. അതിനാ മറക്കുന്നു. എന്തോ അത് സത്യമല്ലേ? രാമക്ഷേത്രം ഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആണെന്ന് എന്നാ തെറ്റിരിക്കുന്നത്? രാമക്ഷേത്രം ഒരു സംശയം വേണ്ട, അത് വളരെ മാന്യമായി ബഹുമാനിക്കപ്പെടേണ്ടതാണ്. കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടുത്തെ മാന്യതയുള്ള മുസ്ലിം നേതാക്കന്മാർ അതിനെ പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ അതിനെ ആദരവോട് കാണുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് രാമൻ. ആ രാമനെ കണ്ടില്ലെന്ന് വെച്ചാൽ എങ്ങനെ നോക്കുന്നു? രാമനെ കാണണം, ആ രാമനെ ബഹുമാനിക്കണം. ഞാൻ ചോദിക്കട്ടെ, ആ രാമൻ്റെ ജീവിതചര്യ എന്ന് പറയുന്നത് രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് സംസാരിച്ചു നോക്കി. ആദരവ് തോന്നുകയല്ലേ? ആദരിക്കപ്പെടേണ്ട ആളല്ലേ? പിന്നെ നമ്മൾ കുറ്റം പറയുന്നു. മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റം പറഞ്ഞ ആ സംസ്കാരം നമ്മൾ മാറ്റണം, എങ്കിലും നന്നാവും. അതുകൊണ്ട് രാമക്ഷേത്രം ഒരു റിയാലിറ്റിയായി അത് നേരത്തെ നടക്കേണ്ടതായിരുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി ഉണ്ടായതുകൊണ്ടും മോദി എന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായതുകൊണ്ടും ഇത്ര വേഗം അത് സാക്ഷാത്കരിക്കപ്പെട്ടു വന്നതിൽ സന്തോഷമുണ്ട്. അടുത്ത കൊല്ലമാണ് ഔദ്യോഗികമായതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ? ഏത് ഷോൺ ജോറിൻ്റെ? എൻ്റെ മകൻ്റെ അവള് മാറിയോ? മതം മാറിയോ? ആര് പറഞ്ഞു? അവൻ വരും. അവനോട് ചോദിച്ചു കേട്ടോ. അവനോട് ചോദിച്ചാൽ മതി. എന്നോട് ചോദിക്കാതെ അവനോട് ചോദിച്ചാൽ മതി. ഞാനല്ലോ മതം മാറും. അതെ. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത്
ആദ്യം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയുന്നത് ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു 90% അല്ലെങ്കിൽ 95% പേരും ഈ BJP ലയിക്കണമെന്നാണ് പറഞ്ഞത്. ഒരു 5 അല്ലെ 6% പേര് വേണ്ട കടുകക്ഷിയായി പോകണമെന്ന് പറഞ്ഞു. ഞാനൊരഭിപ്രായം പറഞ്ഞില്ല. ഞങ്ങളവിടെ ഒരു 5 അംഗ കമ്മിറ്റി വെച്ചു. ആ 5 കമ്മിറ്റിയുടെ തീരുമാനം ലയിക്കുന്നതാണ് ഉചിതം എന്നാണ്. ആ തീരുമാനം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാർ മുഴുവൻ ഫോണിൽ സംസാരിച്ച് ഉറപ്പ് വരുത്തി ലയനം സമ്മതമാണെന്ന് BJP നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെയാണ് ലയനം നടന്നത്. അങ്ങനെ അവരെ നമ്മൾ അവർക്കങ്ങനെ സമ്മർദ്ദിക്കാൻ പറ്റുമോ? നമ്മുടെ പാർട്ടിയുടെ തീരുമാനമല്ലേ വരുന്നത്. അല്ല ആരെങ്കിലും സമ്മർദ്ദം വന്നാൽ ഉടനെ നമ്മൾ ചാടി ചെല്ലാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പിന്നെ കൊച്ചു പറഞ്ഞ കുഴപ്പമുണ്ട്. ഇത് വൈകാരികം, ഒരു വൈകാരികവും ഇല്ല. ഇത്രയും സന്തോഷം നമ്മുടെ ആളുകൾ ഉണ്ടാകാനില്ല കേട്ടോ. ഒരാളെ എൻ്റെ കൂടത്തിലുണ്ടായിരുന്ന കഴിഞ്ഞ കാലം ഇപ്പോൾ വെച്ച് ഒരാളെ നിങ്ങൾ വിളിച്ച് കാണിച്ചാൽ മതി സമ്മർദ്ദമുണ്ടെന്ന്. കുറ്റമില്ല. ഒറ്റയാണ്, 2 വേണ്ട. അതൊന്ന് ചോദിക്ക് BJPക്കാരോട്. ഞാൻ പറയുന്നത് ശരിയല്ല. ഏതായാലും കേരളത്തിൽ BJPയിലേക്ക് അടുത്ത മാസങ്ങളിൽ ഒഴുക്കുണ്ടാവും. ആ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. ഞാൻ അങ്ങനെ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, BJPയിലേക്ക് ഒഴുക്കുണ്ടാവും. ആ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജീവിക്കണം, അന്തസ്സായി ജീവിക്കണം, അന്തസ്സായി തൊഴിലെടുക്കുന്ന അവസരമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവും BJPയിലേക്ക് ഒഴുകും. ഒരു സംശയം വേണ്ട.